السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. സഹോദരി സഹോദരന്മാരെ, സൂറത്തുൽ കഹ്ഫിൽ നിന്നുള്ള 49-ാമത്തെ സൂക്തമാണ് ഞാൻ പാരായണം ചെയ്ത് കേൾപ്പിച്ചത്. ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് പരാമർശിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ സംക്ഷിപ്തമായ ഒരു ശൈലിയിലാണ്, ഉസ്ലൂബിലാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്. വവുദിഅൽ കിതാബ്, ജനങ്ങളെ അല്ലാഹുവിന്റെ മുമ്പാകെ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കുന്ന കാര്യം പറഞ്ഞു തൊട്ടു മുമ്പത്തെ വചനത്തിൽ. ഓരോ വ്യക്തിയും എങ്ങനെയാണോ ആദ്യ തവണ ഈ ഭൂലോകത്തേക്ക് പിറന്നു വീണത് അതേപോലെ തനിച്ച് ഏകനായി അല്ലാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും. അങ്ങനെ ഒരു ന്യായവിധി നാൾ ഉണ്ടാവില്ല, അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരില്ല, തന്റെ കർമ്മങ്ങൾക്ക് വിചാരണ നേരിടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് ഒരു താക്കീത് എന്ന നിലക്ക് കൂടിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞു, അങ്ങനെ അല്ലാഹുവിന്റെ മുന്നിൽ ഹാജരാക്കുമെന്ന് മാത്രമല്ല, വവുദിഅൽ കിതാബ്, ഏട് വെക്കപ്പെടും. വാക്കിന്റെ നേർക്കുനേരുള്ള അർത്ഥമാണ് ഞാൻ പറയുന്നത്. അത് എങ്ങനെ നൽകും, എങ്ങനെ വെക്കും എന്നത് സംബന്ധിച്ച് മറ്റ് വചനങ്ങളിൽ, സൂക്തങ്ങളിൽ വ്യക്തമായ പരാമർശമുണ്ട്.
മനുഷ്യന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നു എന്നത് വിശദമായി തന്നെ ഖുർആനിൽ ആവർത്തിച്ച് പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഓരോ വ്യക്തിയെയും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാവിധ സന്നാഹങ്ങളോടുകൂടിയും അവന്റെ ഓരോ ചലനങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മലക്കുകളുടെ മുമ്പാകെയല്ലാതെ അവൻ ഒരു വാക്ക് പോലും ഉച്ചരിക്കുന്നില്ല. ഒരു വാക്ക് പോലും നമ്മൾ ഉച്ചരിക്കുന്നത് നിരീക്ഷിക്കപ്പെടാതെ രേഖപ്പെടുത്തപ്പെടാതെ പോകുന്നില്ല. മാന്യന്മാരായ മലക്കുകൾ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ, വളരെ മാന്യന്മാരായ എഴുത്തുകാരാണവർ. വലതുഭാഗത്തും ഇടതുഭാഗത്തും ഓരോ മലക്കിനെ അള്ളാഹു ഏർപ്പാട് ചെയ്തിരിക്കുന്നു. അവൻ ചെയ്യുന്ന ഏത് ചെറുതും വലുതുമായ കാര്യങ്ങൾ, വാക്കുകളാകട്ടെ പ്രവർത്തനങ്ങളാകട്ടെ, എല്ലാം വളരെ കൃത്യമായി കണിശമായി യാതൊരു തെറ്റും വരാതെ വീഴ്ച വരാതെ കൂട്ടാതെ കുറക്കാതെ അത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യഅലമൂന മാ തഫ്അലൂൻ. ആ മലക്കുകൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു കാര്യം, അത് പച്ചയായി പരസ്യമായി പകൽ വെളിച്ചത്തിലാവട്ടെ, അതീവ രഹസ്യമായി ഇരുട്ടിന്റെ മറവിൽ നിങ്ങൾ ചെയ്യുന്ന സ്വകാര്യങ്ങളാകട്ടെ, എല്ലാം മാന്യന്മാരായ മലക്കുകൾ രേഖപ്പെടുത്താതെ പോകുന്നില്ല. ആ രേഖപ്പെടുത്തൽ, ആ രേഖപ്പെടുത്തി വെക്കുന്ന രേഖയാണ് അൽ കിതാബ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വവുദ് അൽ കിതാബ്, ആ കിതാബ് പിന്നെ എന്ത് ചെയ്യും? അന്ത്യനാളിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ വിചാരണയുടെ വേളയിൽ ഓരോരുത്തരും അവന്റെ ഏട് നൽകുകയാണ്. തത്വായുറുസ് സുഹുഫ്, അതാണ് ഏടുകൾ. അത് വന്ന് പാറി വന്ന് ഓരോ മനുഷ്യനും ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഏടുകൾ അവന്റെ കൈവശം ഏൽപ്പിക്കാൻ പോവുകയാണ്. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. ഏതൊരുത്തന് മുൻഭാഗത്ത് കൂടെ വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടുവോ അവൻ സൗഭാഗ്യവാനാണ്. അവൻ അഭിമുഖീകരിക്കാനുള്ള വിചാരണ അയത്ന ലളിതമാണ്, വളരെ ലളിതമായ വിചാരണ. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, സന്തുഷ്ടനായി അവനവന്റെ ആളുകളിലേക്ക് തിരിച്ചു പോവുകയാണ്. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു വറാഅ ളഹ്രിഹി ഫസൗഫ യദ്ഉ സുബൂറ വയസ്ലാ സഈറ ഇന്നഹു കാന ഫി അഹ്ലിഹി മസ്റൂറ ഇന്നഹു ളന്ന അൻ ലൻ യഹൂർ. എന്നാൽ ഏതൊരുത്തന് തന്റെ ഏട് പിൻഭാഗത്തുകൂടെ ഇടതുകൈയിൽ നൽകപ്പെട്ടുവോ അവൻ അവിടം ആ സമയം തൊട്ട് നിലവിളിയാണ്. അവന്റെ നാശമോർത്ത്, അവന്റെ തകർച്ചയോർത്ത്, അവന് സംഭവിച്ചു പോയ വങ്കത്വം ആലോചിച്ച്, വീഴ്ച അവനുണ്ടായിപ്പോയ ഇനി ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ഈ മഹാനാശത്തെക്കുറിച്ച് ആലോചിച്ച് അവന് നാശം വിളിച്ച് കരയുകയാണ്. കരഞ്ഞിട്ടെന്ത് കാര്യം? വയസ്സുലാ സഈറ, കത്തിയാളുന്ന നരകാഗ്നിയിൽ അവൻ ഞെരിഞ്ഞ് കത്തി അമരാൻ പോവുകയാണ്. ഇല്ല, കത്തിയങ്ങ് അമർന്നെല്ലാം തീരുമെന്ന് കരുതണ്ട. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, അങ്ങനെ പെട്ടെന്നങ്ങ് കത്തിക്കരിഞ്ഞ് തീർന്നു കളയും എന്ന് പ്രതീക്ഷിക്കണ്ട. എന്നാൽ അവിടെയുള്ള ആ ജീവിതത്തോട് ഏതെങ്കിലും രൂപത്തിൽ താദാത്മ്യപ്പെട്ടങ്ങ് പോകാം എന്ന് കരുതുന്നുവോ വലാ യഹ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. മറിച്ച് കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്,
നരകാഗ്നിയിൽ കിടന്ന് അവന്റെ തൊലിയെല്ലാം, ശരീരത്തിന്റെ തൊലിയെല്ലാം തന്നെ തീ കൊണ്ട് പഴുത്ത് 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 പാകമായി വന്നു കഴിഞ്ഞാൽ ആ തൊലി നാം മാറ്റും. ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, ആ തൊലിയെ മാറ്റിയിട്ട് വേറെ തൊലി നൽകും, ഇളം തൊലി. ശിക്ഷ പച്ചയായി, നറും രൂപത്തിൽ ശിക്ഷ പച്ചയായി അനുഭവിക്കാൻ വേണ്ടി. ലിയദൂഖുൽ അദാബ്. അപ്പൊ എന്ത് നാശം വിളിച്ച് കരഞ്ഞിട്ടും ഒരു കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാശം പറഞ്ഞ് കരയുന്ന ആളുകൾ റബ്ബേ ഒരു അവസരം കൂടി തരൂ, ഒന്ന് ദുനിയാവിലേക്ക് ഞങ്ങളെ തിരിച്ചയക്കൂ, വിശ്വാസികളിൽ ഏറ്റവും നല്ല വിശ്വാസികളായി, ഏറ്റവും നല്ല സുകൃതം ചെയ്യുന്ന വ്യക്തികളായി ഞങ്ങൾ തിരിച്ചു വരാം റബ്ബേ. അവര് കരഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നേരം അവർക്ക് നൽകുന്ന മറുപടി എന്തായിരിക്കുമെന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട്, നമുക്ക് ചൊല്ലിത്തന്നിട്ടുണ്ട്. മനുഷ്യരെ, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജഅകുമുൻ നദീർ ഫദൂഖു വമാ ലിദ്ദാലിമീന മിൻ നസ്ർ. എന്താ നിങ്ങൾ പറയുന്നത്? എന്ത് കാര്യമുണ്ട് ഈ വർത്തമാനത്തിൽ? അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, നിങ്ങൾക്ക് ഒരു മനുഷ്യായുസ് പൂർണ്ണമായി നാം നൽകിയില്ലേ? മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ഉത്ബോധനം ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ ആ ഉത്ബോധനം ഉൾക്കൊള്ളാൻ മാത്രം സാവകാശം, ജീവിത സമയം, ഒരു പുരുഷായുസ് നിങ്ങളുടെ കൈകളിൽ വെച്ച് തന്നില്ലേ? വജഅകുമുൻ നദീർ എന്നു മാത്രമല്ല, അടിക്കടി നിങ്ങളെ താക്കീത് ചെയ്യാൻ, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ, നിങ്ങളെ ഉണർത്താൻ നദീറുമാര് വന്നില്ലേ, താക്കീതുകാര് വന്നില്ലേ? അതിനാൽ ഇനി തിരിച്ചു പോകുക മറ്റൊരവസരം എന്ന് പറയുന്നത് അത് അസംഗതമാണ്, അതിൽ സാങ്കത്യം ഒട്ടുമില്ല. ഇനിയുള്ളത് ഫദൂഖു, അനുഭവിക്കുക, അനുഭവിച്ചോളൂ. അക്രമകാരികൾക്ക് ഒരു സഹായിയെയും അവിടെ വെച്ച് കണ്ടെത്താൻ സാധ്യമല്ല, ഒരു സഹായിയും ഉണ്ടായിരിക്കില്ല. അതാണ് വേള, അതാണ് സന്ദർഭം. ആ ഗ്രന്ഥം നൽകുന്ന ആ ഘട്ടം അതൊരു വല്ലാത്ത ഘട്ടമാണ് മനുഷ്യരെ. കിതാബ് ഫതറൽ മുജ്രിമീൻ, ആ സന്ദർഭത്തിൽ മുജ്രിമീങ്ങളായ ആളുകൾ, അപരാധികളായ ആളുകൾ, അള്ളാഹുവിൽ പങ്കുചേർത്ത ആളുകൾ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് അവന് മാത്രം ഇബാദത്ത് ചെയ്യാൻ പറയുമ്പോൾ അവന് ഇബാദത്ത് ചെയ്യാതെ അഹങ്കരിച്ചവർ, അള്ളാഹു അല്ലാത്തവർക്ക് കൂടി ഇബാദത്ത് പകുത്തുകൊടുത്ത ആളുകൾ, പങ്കുചേർത്ത ആളുകൾ, കാഫിറുകൾ, മുശ്രിക്കുകൾ, അശ്രദ്ധരായി നടന്നിട്ടുള്ള അള്ളാഹുവിന്റെ കൽപ്പനാ വിലക്കുകളെ അഗണ്യകോടിയിൽ തള്ളിയിട്ടുള്ള അശ്രദ്ധരായ ആളുകൾ, താന്തോന്നികളും തെമ്മാടികളുമായ ആളുകൾ, ശിക്ഷ അനുഭവിക്കേണ്ട ആളുകൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അത്തരം അപരാധികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സന്ദർഭത്തിൽ അപ്പോൾ തറ, നിനക്ക് കാണാം ആരെ? അൽ മുജ്രിമീൻ, അപരാധികളെ. മുഷ്ഫിഖീന മിമ്മാ ഫീഹ്, ആ ഏടുകളിലുള്ളതിന്റെ പേരിൽ അവർ വലിയ ആശങ്കയിലാണ്. കാരണം ഏട് കിട്ടിയാൽ തന്നെ കാര്യം മനസ്സിലായി. വലത്തെ കയ്യിലാണെങ്കിൽ പിന്നുണ്ടാകാൻ പോകുന്ന വിചാരണ അത് ലളിതമായിരിക്കുമെന്നും, ഇടത് കൈയിൽ പിൻഭാഗത്തു കൂടിയാണ് വാങ്ങേണ്ടി വന്നത് എങ്കിൽ പിന്നെയുണ്ടാകാൻ പോകുന്ന വിചാരണ അതികഠിനമാണ് എന്നും അറിയപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇടത് കൈയിൽ പിൻഭാഗത്തു കൂടി ഗ്രന്ഥം വാങ്ങിയ ആളുകൾ, മുജ്രിമീങ്ങൾ, അപരാധികൾ, അവരെ നിനക്ക് കാണാൻ സാധിക്കുന്നത് ആ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം ഓർത്ത് അവര് ആശങ്കപ്പെടുകയാണ്. വയഖൂലൂൻ, അവർ പറയുന്നു, യാ വഹിലതന, ഞങ്ങളുടെ നാശമേ. നാശം എന്നൊക്കെ നമ്മൾ പറയും. ഇനി അവർ പോകാൻ പോകുന്നതാണ് വൈല്. അതാണ് ഏറ്റവും വലിയ ശിക്ഷ. നരകാഗ്നിയുടെ ഒരു ഭാഗത്തിനുള്ള പേര് കൂടിയാണ് വൈല്. ഞങ്ങൾക്കിനി ചെല്ലാനുള്ളത് ആ നരകത്തിലേക്കാണല്ലോ.
ആ നാശത്തിന്റെ പടുകുഴിയിലേക്കാണല്ലോ, ആ ശിക്ഷയുടെ, ആ നരകശിക്ഷയുടെ ആ കുഴിയിലേക്കാണല്ലോ, വയലിലേക്കാണല്ലോ ഞങ്ങൾ പോകേണ്ടി വരിക എന്നാലോചിച്ചുകൊണ്ടവർ കരയാണ്. എന്നിട്ട് അവർ പറയുന്നു, മാ ലിഹാദൽ കിതാബ്, മാ ലിഹാദൽ കിതാബ്, ഈ ഗ്രന്ഥത്തിന് എന്തു പറ്റി? ഇതെന്തൊരു ഗ്രന്ഥാണ് റബ്ബെ, എന്തൊരു ഏടാണിത്, ഈ ഏടിന് എന്തു പറ്റി, ഇതെന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ കരുതും ആ ഗ്രന്ഥത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടു എന്നോ ഉള്ള കാര്യങ്ങൾ ഇല്ലാതാക്കി എന്നതിലോ, ആ നിലക്കല്ല ചോദ്യം. എന്താണ് ആ ഗ്രന്ഥത്തെ സംബന്ധിച്ച് അവർ ഇത്രയേറെ അത്ഭുതം രേഖപ്പെടുത്തുന്ന, ഇത്രയേറെ അതിശയിക്കാനുള്ള കാരണം? ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ, ചെറുതോ വലുതോ ആയ ഒരു കാര്യവും ഈ ഗ്രന്ഥം വിട്ടിട്ടില്ലല്ലോ. തന്റെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞ ഏതെങ്കിലും ഒരു നിമിഷം ഇതിൽ ഒഴിവായിട്ടില്ല, ഏതെങ്കിലും ഒരു വാക്ക് ഇതിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, ഏതെങ്കിലും ഒരു പ്രവൃത്തി അത് എത്രമേൽ ചെറുതാകട്ടെ എത്രമേൽ വലുതാവട്ടെ എല്ലാം അതിൽ കൃത്യമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല അഹ്സാഹ, ഏത് ചെറുതോ വലുതോ ആയ കാര്യത്തെ കൃത്യമായി തിട്ടപ്പെടുത്തിയിട്ടല്ലാതെ. അഹ്സായു ഹസ്സു എന്ന് പറഞ്ഞാൽ തിട്ടപ്പെടുത്തുക, എന്യൂമറേറ്റ് ചെയ്യുക, വകുപ്പ് തിരിച്ച് നമ്പറിട്ട് ശരിക്ക് കൃത്യത്തിൽ ക്രമത്തിൽ വകതിരിച്ച് കാര്യം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ മറക്കും, നമ്മൾ അത്രത്തോളം ആലോചിക്കില്ല. പക്ഷേ നമ്മളിൽ നിന്ന് പോകുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ വാഗ്വിചാര കർമ്മങ്ങൾ, അതിന് നമ്മൾ ഉത്തരവാദികളാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന, മനുഷ്യന് നൽകിയിരിക്കുന്ന കഴിവതാണ്. അവന് അല്ലാഹു സ്വതന്ത്രമായി ആവിഷ്കരിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്, തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവന് അത് വേണമെങ്കിൽ അതെടുക്കാം, ഇത് വേണമെങ്കിൽ ഇതെടുക്കാം, ഇതാണ് വരണാധികാരം. ആ വരണാധികാരം ഇഖ്തിയാർ അവന് കൊടുത്തിട്ടുണ്ട്. അവന്റെ മുമ്പിൽ 2 വഴികൾ മലർക്കെ തുറന്നു വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല വഴി, നേർവഴി, ഇത് വക്രതയുടെയും തെറ്റിന്റെയും വഴി. ആ വഴി നല്ലത് നല്ലതെന്നും ചീത്ത എന്നും പറഞ്ഞു തരാൻ അല്ലാഹു ഗ്രന്ഥങ്ങളുമായി നിരന്തരം അവന്റെ ദൂതന്മാരെ, അമ്പിയാക്കളെ, മുർസലീങ്ങളെ മനുഷ്യലോകത്തേക്ക് അയച്ചിട്ടുണ്ട്. ആ നന്മയുടെ വഴിയിലേക്ക് കടന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന, ഉന്മുഖമായി നിൽക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു നല്ല മനസ്സ്, അതും മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ ആ തെറ്റായ വഴിയിലേക്ക് പോകാൻ അതിനവനെ പ്രേരിപ്പിക്കുന്ന, തിന്മയിലേക്ക് അവനെ പ്രേരിപ്പിക്കുന്ന ഒരു ഭാഗം, അതും അല്ലാഹു അവന്റെ പ്രകൃതത്തിൽ, അവന് നൽകിയിരിക്കുന്ന അസ്തിത്വത്തിൽ അല്ലാഹു ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ. എല്ലാം ഓട്ടയടച്ച് പഴുതുകളില്ലാതെയാണ് അല്ലാഹു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് അമാനത്ത്. ഈ അമാനത്ത് ഏറ്റെടുക്കാൻ ആകാശങ്ങൾ ആശങ്കപ്പെട്ടു, ഭൂമി ആശങ്കപ്പെട്ടു, പർവ്വതങ്ങൾ ആശങ്കപ്പെട്ടു. മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തോളാം. ഇന്ന അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർള് വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖ്ന മിൻഹാ വഹമലഹൽ ഇൻസാനു ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. ഇന്നഹു കാന ളലൂമൻ ജഹൂല. അത് ഏറ്റെടുത്തപ്പോൾ സ്വാഭാവികമായും തന്റെ വാഗ്വിചാര കർമ്മങ്ങൾക്ക് താൻ ഉത്തരം പറയേണ്ടുന്ന സ്ഥിതി വന്നു. ആ സ്ഥിതി വന്നതുകൊണ്ട് തന്നെ അവന്റെ വാഗ്വിചാരങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ട നിയമങ്ങൾ അല്ലാഹു നിശ്ചയിച്ച് ഇറക്കിക്കൊടുത്തു. ആ നിയമങ്ങളിലേക്ക്, വ്യവസ്ഥകളിലേക്ക് മനുഷ്യനെ പഠിപ്പിക്കുവാനും ഉത്ബോധിപ്പിക്കുവാനും ഉണർത്തുവാനും അതിലേക്ക് വിളിക്കുവാനും ദൂതന്മാരെ നിയോഗിച്ചു. ഇതൊക്കെ ആയിട്ട് മനുഷ്യൻ വേണ്ട, ഞാൻ നശിക്കാൻ തന്നെ തീരുമാനിക്കാണ് എന്ന് സ്വന്തം ഇഷ്ടമനുസരിച്ച്, സ്വന്തം തെരഞ്ഞെടുപ്പനുസരിച്ച്, തനിക്ക് നൽകപ്പെട്ട വരണാധികാരം വെച്ചുകൊണ്ട് അവൻ തെറ്റിന്റെ വഴി തെരഞ്ഞെടുത്തുവെങ്കിൽ
സ്വാഭാവികമായിട്ടും ഇനി ഇവിടെ വെച്ചിട്ട് നീ നാശം പറഞ്ഞ് വിളിച്ചു കരഞ്ഞിട്ട് ഒരു കാര്യമല്ല, ഇനി ഫദൂഖു അനുഭവിച്ചോളുക, അനുഭവിക്കുക. അതുകൊണ്ട് തന്നെ ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا حصاها. പിന്നെ ഒന്ന് മാത്രമേ ഇനി അവനെ അവിടെ കാണാനുള്ളൂ, ആരുമില്ല. ദുനിയാവിൽ പലതുണ്ട്. ഭാര്യമാരുണ്ടായിരുന്നു, സന്താനങ്ങളുണ്ടായിരുന്നു, എന്തിനും പറ്റുന്ന യോഗ്യരായ കരുത്തരായ മക്കള്. അവരില്ല. ഭാര്യമാരോ സന്താനങ്ങളോ ഇല്ല. വലിയ തറവാട്ടുകാരനാണ്. ഒന്ന് വിളിച്ചാൽ നൂറുകണക്കിന് ആയ ചെറുപ്പക്കാർ അണിനിരക്കാവുന്ന വലിയ കുടുംബമാണ്. ആ കുടുംബങ്ങളില്ല. വലിയ നേതാവായിരുന്നു. ആയിരങ്ങൾ മുദ്രാവാക്യവുമായിട്ട് ചുറ്റും ഒരുമിച്ച് കൂടാനുണ്ടായിരുന്നു. എവിടെ? കൊടിയില്ല, മുദ്രാവാക്യമില്ല, അനുയായികളില്ല, ഫാൻസില്ല, ഒന്നുമില്ല, ആരുമില്ല. പിന്നെ അവനവിടെ ഉള്ളത്, അവന് ചുറ്റുമുള്ളത്, അവൻ ചെയ്തു വെച്ച അവന്റെ പ്രവർത്തനങ്ങൾ, അത് അവന് കണ്ടാഭരണമായി അവന്റെ കഴുത്തിനു ചുറ്റും അത് അണിയിച്ചിട്ടുണ്ട്. അത് അവനെ വലയം ചെയ്ത് നിൽക്കുന്നുണ്ട്. വവജദൂ മാ അമിലൂ ഹാളിറ, അവർ കാണുകയാണ്. വവജദു, അവർ കണ്ടെത്തുകയാണ്. മാ അമിലു, അമലിന്റെ ലോകത്ത്, കർമ്മങ്ങളുടെ ലോകത്ത്, ഐഹിക ലോകത്ത്, കഴിഞ്ഞുപോയ ആ ലോകത്ത് അവൻ എന്തെല്ലാം ചെയ്തു വെച്ചുവോ ആ ചെയ്തു വെച്ചിട്ടുള്ള ചെയ്തികൾ, കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ അവൻ കാണുകയാണ്. ഹാളിറൻ, അതവിടെ ഹാജരായി നിൽക്കുന്നുണ്ട്. ചെയ്ത നന്മ നന്മയായി, തിന്മ തിന്മയായി, വലുതും ചെറുതും ഒന്നുപോലും വിട്ടുപോയിട്ടില്ല. എല്ലാ നന്മകളുമുണ്ട്. അതിലേറ്റവും വലുത് തൊട്ട് ഏറ്റവും ചെറുത് വരെയുണ്ട്. ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല. ചെയ്തുപോയ തിന്മകൾ മുഴുവനുണ്ട്. ഒന്നുപോലും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ താൻ ചെയ്തു വെച്ച സുകൃതങ്ങളും താൻ ചെയ്തു വെച്ചിട്ടുള്ള ദുഷ്പ്രവർത്തനങ്ങളും അവിടെ ഹാജരാക്കപ്പെടുകയാണ്. വലാ യദ്ലിമു റബ്ബുക അഹദ, അവിടെയാണ് ന്യായം വിധിക്കുന്ന സന്ദർഭം. അതാണ് ന്യായം വിധിക്കുന്ന വേള. ന്യായം വിധിക്കുന്ന അള്ളാഹു. ഇവിടെ ന്യായം ചോദിക്കുന്ന, നീതി ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ന്യായം വേണം, നീതി വേണം. ന്യായം നീതിയൊക്കെ ദുന്യാവില് എന്ന് പറഞ്ഞാൽ അതിന് കുറെ പരിമിതികളുണ്ട്. ആത്യന്തികമായ ന്യായവും നീതിയൊന്നും ദുനിയാവിൽ നടപ്പിലാവില്ല. അതുകൊണ്ടാണ് ദുനിയാവിന് ഒരു പകരം അതിലെ നഷ്ടങ്ങൾ തീർക്കാൻ, അതിലെ കുറവുകൾ പരിഹരിക്കാൻ കുറ്റമറ്റ മറ്റൊരു ലോകം വേണം, മറ്റൊരു സംവിധാനം വേണം, മറ്റൊരു വ്യവസ്ഥ വേണം, മറ്റൊരു തുലാസ് വേണം എന്ന് പറഞ്ഞത്. 1000 വ്യക്തികളെ ക്രൂരമായി വധിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ ഭൂലോകത്ത് വെച്ച് ശിക്ഷിക്കാൻ കഴിയുക 1000 വട്ടം ശിക്ഷിക്കാൻ, 1000 വട്ടം തിരിച്ചു കൊല ചെയ്യാൻ കഴിയില്ല. ഒരു തവണ മാത്രമേ അവനെ കൊല്ലാൻ പറ്റൂ. 999 പിന്നെ അവിടെ ബാക്കിയുണ്ട്. ഇതിന് കണക്ക് പറയണ്ടേ? അതിന് ആ 999 കണക്ക് പറയാൻ, തീർക്കാൻ ഈ ഭൗതിക ലോകത്തെ ഒരു നിയമവ്യവസ്ഥക്കും ഒരു സംവിധാനത്തിനും സാധ്യമല്ല. പക്ഷെ അതിന് സാധ്യമാകുന്ന ഒരു ലോകമുണ്ട്, അതിന് സാധ്യമാകുന്ന ഒരു സംവിധാനമുണ്ട്. അതാണ് യൗമുൽ ആഖിർ, അന്ത്യനാൾ. അതാണ് ന്യായം വിധിക്കുന്ന നാൾ. യൗമുൽ ഹിസാബ്, യൗമുൽ ജസാ, അതാണ് വിചാരണയുടെ നാൾ, അതാണ് പ്രതിഫലവേദി എന്ന് പറയുന്നത്. അവിടെ വലാ യദ്ലിമു റബ്ബുക അഹദ, നിന്റെ റബ്ബ് ഒരാളോടും ഒരു തരിമ്പ് പോലും അനീതി കാണിക്കില്ല. ന്യായം നീതിയും ചോദിക്കുന്നവര് അവിടെ അള്ളാഹിനോട് ചോദിച്ചു. ഇവിടുന്ന് കിട്ടണം, ഇവിടുന്ന് കിട്ടണം, ഇവിടുന്ന് കിട്ടണം, ന്യായം വേണം, നീതി വേണം. ഇങ്ങനെ ന്യായം നീതി അസ്ഥാനത്ത്, അത് നടപ്പാകാത്ത നീതിക്ക്, നടപ്പിലാവാൻ കഴിയാത്ത നീതിക്ക് വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ, കുഴപ്പമൊന്നുമില്ല. ഇത് ദുന്യാവാണ്. ദുന്യാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം കുറവുകളുള്ള, ധാരാളം പരിമിതികളുള്ള, ധാരാളം പരിധികളുള്ള, ഒരുപാട് പ്രയാസങ്ങളുള്ള ഒരു സംവിധാനമാണ്. പക്ഷേ ഇവിടെ അല്പസ്വല്പമൊക്കെ തന്നെ ക്ഷമിച്ചും സഹിച്ചും തന്നന്റെ ഭാഗത്തുണ്ടാകേണ്ട എല്ലാ കടമകളും കഴിയുന്നത്ര നിറവേറ്റുകയും, എന്നാൽ തനിക്ക് കിട്ടാനുള്ളതിലുള്ള കുറവ് അതിവിടം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ കിട്ടാൻ എനിക്ക് ലോകം വേറുണ്ട്,
അവിടെ എനിക്ക് കണക്ക് തീർത്ത് കിട്ടും എന്ന് വിശ്വസിച്ച് അതിൽ പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യൻ, അവിടെ അവന് അനീതിയില്ല. ദുനിയാവിൽ അനീതി ഉണ്ടാകും. ദുനിയാവിൽ അവൻ ഇരയായിട്ടുള്ള അനീതിയുണ്ടല്ലോ, അതിനെല്ലാം പരിഹാരം ഉണ്ടാകും. ഏതക്രമിക്കും കിട്ടേണ്ട ശിക്ഷ കിട്ടിയിരിക്കും. ഏതൊരു മർദ്ദിതനും അവന് ലഭിക്കേണ്ട നീതി അവിടെ നടപ്പിലാക്കപ്പെട്ടിരിക്കും. വലാ യദ്ലിമു റബ്ബുക അഹദ. അതാണ് അള്ളാന്റെ പ്രത്യേകത. അതാണ് വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്. നിന്റെ റബ്ബ് ഒരിക്കലും അവന്റെ അടിയാറുകളോട് തരിമ്പ് പോലും ദുൽമ ചെയ്യില്ല, അനീതി ചെയ്യില്ല. അത് ന്യായമാണ്. ന്യായമാണ്. അത് നടപ്പിലാക്കി പൂർത്തീകരിക്കുക ചെയ്യും. ഇതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു വിഷയത്തിലേക്ക് വരികയാണ്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഇതൊരു ഒടുക്കത്തിന്റെ കഥയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിന് ഒരു തുടക്കമുണ്ടല്ലോ. ഒടുക്കത്തിലേക്ക് നമ്മുടെ ആലോചന, നമ്മുടെ അന്വേഷണം, നമ്മുടെ പഠനം ഒടുക്കത്തിലെത്തുമ്പോൾ തുടക്കത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ഒരു റിട്രോസ്പെക്ഷൻ, ഒരു തിരിഞ്ഞു നോട്ടം ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്റെ പിതാക്കളുടെ പൂർവീകന്മാരുടെ അല്ല, മനുഷ്യവർഗത്തിന്റെ തുടക്കത്തെ, മനുഷ്യവർഗത്തിന്റെ ആദിമ പിതാവിനെ കുറിച്ച്, നമ്മൾ ഈ ഭൂലോകത്തേക്ക് വന്നതിനെ കുറിച്ച് ഒരു തിരിഞ്ഞു നോട്ടം ഇവിടെ ആവശ്യമാണ്. വളരെ വളരെ രസകരാണത്. നമ്മളിപ്പോ ഇതുവരെ വന്ന ചർച്ചയിൽ ഇനി ഏറ്റവും രസകരമായൊരു അതാണ്. ഖുർആൻ അള്ളാന്റെ കലാമാണല്ലോ. ആ കലാമിന്റെ സൗന്ദര്യം അത് ഉൾക്കൊള്ളാൻ അതിനുള്ള ഒരു സംവേദനക്ഷമത നമുക്ക് കിട്ടുകയാണെങ്കിൽ അതൊരു വല്ലാത്ത രസം തന്നെയാണ്. ഇത്രയും പറഞ്ഞു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്ദർഭത്തിലുണ്ടാകുന്ന ഒരു നെടുവീർപ്പിൽ നമ്മളെവിടെയോ വേറെ ഇവിടുന്ന് അങ്ങോട്ട് പോയിപ്പോ സത്യത്തിൽ ഇത് ആലോചിച്ചുകൊണ്ട്, നമ്മളിത് പര്യാലോചിച്ചുകൊണ്ട് ഖുർആൻ വായിക്കുകയാണെങ്കിൽ അവസാനം ഭൂമിയല്ലാതാക്കപ്പെടുന്ന, ആകാശമല്ലാതാക്കപ്പെടുന്ന, യാതൊരു തരത്തിലുള്ള നിമ്നോന്നതികളും ഇറക്കങ്ങളും താഴ്ചകളോ അല്ലെങ്കിൽ കയറ്റങ്ങളോ കയറ്റിറക്കങ്ങളില്ലാത്ത, വളവുകളോ തിരിവുകളോ ഇല്ലാത്ത വേറൊരു ലോകം. ആ ലോകത്ത് അവസാനത അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്ക് എല്ലാവരെയും അണിയണിയായി ഓരോരുത്തരായി കൊണ്ടുവരികയാണ്. അവരുടെ കയ്യിൽ അവരുടെ ഏടുകൾ അങ്ങോട്ട് നൽകുകയാണ്. അവരതിശയപ്പെടുന്നു. മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറ വലാ കബീറ. നമ്മൾ ഇവിടുന്ന് പോയി, നമ്മൾ വേറെ ഏതൊരു ലോകത്ത്, വേറെ ഏതൊരു ലെവലിൽ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന ഉയരത്തിൽ വെച്ചിട്ട് നോക്കുമ്പോഴാണ് കൂടുതൽ കാഴ്ച ഉണ്ടാകുക. ആ ഉയരത്തിൽ നിന്നുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന ഒരൊറ്റ തിരിഞ്ഞു നോട്ടം, ഒരു എബൌട്ട് ടേൺ, ഒരൊറ്റ തിരിഞ്ഞു നോട്ടം. നമ്മൾ എവിടുന്നേനിപ്പോ പോകുന്നത്? എവിടുന്നായിരുന്നു നമ്മൾ പോകുന്നത്? ഏതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഇപ്പൊ നമ്മളൊരു ഫിനിഷിംഗ് പോയിന്റിൽ എത്തുകയാണല്ലോ. എങ്കിൽ ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇപ്പൊ എത്തിയ ആ ഫിനിഷിംഗ് പോയിന്റിന്റെ ഉയരത്തിൽ നിന്നിട്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഒരു നോട്ടം നോക്കുക. എത്ര സന്ദർഭോചിതമായിട്ടാണ് അള്ളാഹു ചില കാര്യങ്ങൾ അടുക്കി വെക്കുന്നത്. അത് മനസ്സിലാക്കാൻ അതിലുള്ള ആ സാഹിത്യ ഭംഗി അതൊന്ന് മനസ്സിലാക്കാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് അതൊരു വല്ലാത്ത രസം തന്നെയാണ് കേട്ടോ. എല്ലാം ഉണ്ടല്ലോ ഖുർആനിലെ. അതിന് ഖുർആൻ ഒരു സാഹിത്യ ഭംഗിയുള്ള, അള്ളാന്റെ വചനത്തിൽ സാഹിത്യ ഭംഗി ഉണ്ടല്ലോ. ആ സാഹിത്യ ഭംഗി നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ നിലക്ക് കാണുന്ന ആളുകൾ, ഖുർആനെ ഹിദായത്തിനു വേണ്ടി സമീപിക്കുന്ന ആളുകളുണ്ടാവും. ഹിദായത്തിന് വേണ്ടി സമീപിക്കുന്ന ആളുകൾ തന്നെ അതിലുള്ള സാഹിത്യ ഭംഗി അവരത് ആസ്വദിക്കുന്നുണ്ട്, അതിൽ തെറ്റില്ല. ഇനി വേറൊരു കൂട്ടം ആളുകളുണ്ട്, അതിന്റെ സാഹിത്യ ഭംഗിക്ക് വേണ്ടി മാത്രം, ഹിദായത്തിന് വേണ്ടി മാത്രം അല്ല അവർ വന്നത്, സാഹിത്യ ഭംഗിക്കായിരിക്കും. പക്ഷെ ചിലപ്പോൾ അള്ളാഹ് അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ വിചാരിച്ചാൽ അതിലൂടെ അവർക്ക് ഹിദായത്ത് കിട്ടിയെന്ന് വരും. ചിലർക്ക് അള്ളാഹ് ഹിദായത്ത് വിധിച്ചിട്ടില്ലെങ്കിൽ ഹിദായത്ത് കിട്ടിക്കൊള്ളുന്നില്ല, പക്ഷെ സാഹിത്യ ഭംഗി ഇഷ്ടം പോലെ കിട്ടും. അങ്ങനെ ഈ സാഹിത്യ ഭംഗി ആലോചിക്കുന്ന ആളുകൾക്ക് അവരെ പോലും അമ്പരപ്പിക്കുന്ന രസകരമായ ഒരു ഇസ്തിത്റാദാണിത്. വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ് കാന മിനൽ ജിൻ ഫഫസഖ അൻ അംരി റബ്ബിഹി അഫതത്തഖിദൂനഹു വദുർരിയ്യതഹു ഔലിയാഅ മിൻ ദൂനി വഹും ലക്കും അദുവ്വുൻ ബിഅസ ലിൽ ളാലിമീന ബദല.
ഇതൊരു ഖുർആനിൽ അല്ലാഹു ഒരുപാടിടങ്ങളിൽ ആവർത്തിച്ചിട്ടുള്ളതാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കത്തെക്കുറിച്ച്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചിട്ട് പലരും പല തരത്തിലുള്ള തിയറികൾ മുന്നോട്ട് വെക്കും. അതൊക്കെ തിയറികളാണ്. തിയറി എന്നുള്ളതിന്റെ മലയാളം അറിയില്ല. സിദ്ധാന്തം. കുറച്ചും കൂടി ലളിതമായി മലയാളത്തിൽ പറഞ്ഞാൽ ചിത്താന്തം. ചിത്താന്തം എന്ന് പറഞ്ഞാൽ നമ്മളെ ചിത്തത്തിന്റെ അന്തം. ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ അന്തം, അതിന്റെ അറ്റാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പിടുത്തം കിട്ടാത്തൊരു കാര്യം. അപ്പൊ പിടുത്തം കിട്ടാത്തതിനെ കുറിച്ചിട്ട് എന്തൊക്കെ വിളിച്ചു പറയുന്ന ഒരു പറച്ചിലാണ്. അത്ര കരുതിയാൽ മതി. എന്നാൽ മനുഷ്യന്റെ തുടക്കത്തെക്കുറിച്ച്, പ്രാരംഭത്തെക്കുറിച്ച്, സൃഷ്ടിപ്പിനെക്കുറിച്ച്, ഈ ഭൂലോകത്തേക്കുള്ള അവന്റെ വരവിനെക്കുറിച്ച് അത് കിട്ടണമെങ്കിൽ അത് അദൃശ്യമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്, അദൃശ്യമായ വൃത്താന്തങ്ങളിൽപ്പെട്ടതാണ്. അത് നൂഹിഹി ഇലൈഹ്, അത് അള്ളാഹു നബിമാർക്ക് വഹിയിലൂടെ നൽകിയാൽ മനുഷ്യലോകത്തിന് കിട്ടും, അല്ലെങ്കിൽ അത് കിട്ടൂല. അതല്ലാത്തതൊക്കെ ചിത്താന്തം മാത്രമാണ്. അന്തം വിട്ട ചിത്താന്തം മാത്രമായിരിക്കും. മനുഷ്യന്റെ തുടക്കത്തെക്കുറിച്ച്, സൃഷ്ടിപ്പിന്റെ പ്രാരംഭത്തെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു സന്ദർഭമാണിത്. വഇദ് ഖുൽനാ ലിൽ മലായിക, മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം. മലക്കുകൾ എന്ന് പറയുന്നത് ആലമുൻ ഗൈബി, അത് വേറെ ഒരു ലോകമാണ്, വേറെ ഒരു സൃഷ്ടിലോകമാണ്. മനുഷ്യർ എന്ന് പറയുന്നത് ഒരു ലോകം, ഒരു സൃഷ്ടിലോകം എന്നതുപോലെ വേറെ ഒരു സൃഷ്ടിലോകമാണ് മലക്കുകൾ. ഖലഖഹുമുല്ലാഹു മിൻ നൂർ, അള്ളാഹു അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകാശത്തിൽ നിന്നാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്ന്. എന്നാൽ ജിന്നിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ജ്വലിക്കുന്ന തീയിൽ നിന്ന്. മലക്കുകളെ സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്ന്. അപ്പൊ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അള്ളാഹുവിന്റെ സൃഷ്ടിലോകത്തിൽപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടിലോകമാണ് മലക്കുകൾ. മലക്ക് എന്ന് പറയുമ്പോൾ ആ പദം ദൂത്, ദൗത്യം, ദൂത് എന്നതുമായി ബന്ധപ്പെട്ടതാണ് ആ പദം. ഒരു ദൗത്യം ഏൽപ്പിക്കുക, ആ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥമാണ് അതിന് വരിക. ആ വാക്കിന് അർത്ഥം വരിക അങ്ങനെയാണ്. എത്രണ്ട്, അവരുടെ എണ്ണം എത്രയാണ് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു. ആകാശത്തെപ്പറ്റി, ഉപരിലോകത്തെക്കുറിച്ച് പറഞ്ഞു. മാ ഫീഹി മൗളിഉ അർബഅത്തി അസ്വാബിഅ ഇല്ലാ വഫീഹി മലക്കുൻ സാജിദുൻ ഔ ഖായിമുൻ ലില്ലാഹ്. 4 വിരല് വെക്കാനുള്ള ഒരിടം ആകാശത്തിലുണ്ടോ അവിടെ ഒരു മലക്കുണ്ട്. ഒന്നുകിൽ സുജൂദ് ചെയ്യുന്നവനായിട്ട്, അല്ലെങ്കിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലക്കുകളുടെ ആ സാന്ദ്രത കൊണ്ട്, അത്രയും നിബിഡമാണ് ആകാശം, ആ സാന്ദ്രത നമ്മെ അറിയിക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത്വത്തിസ്സമ വഹുഖ്ഖ ലഹ അൻ തഇത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അവിടുന്ന് വിശദീകരിച്ചത്. ആകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഞെരുങ്ങിക്കരയുകയാണ്. വളരെ ഭാരമുള്ള ഒരാള് ഒരു കട്ടിലിൽ കയറിയാൽ കട്ടില് അയാളെ താങ്ങാൻ കഴിയാതാവുമ്പോൾ കട്ടിലുണ്ടാകും ഒരു കര എന്നുള്ള ഒരു ശബ്ദം. അതീത്, കട്ടിലിന്റെ കരച്ചിൽ, അതാണ് അതീത്തുർ റഹിൽ എന്നതുപോലെ ആകാശം ഞെരുങ്ങി ഭാരക്കൂടുതൽ ഉള്ളതിനാൽ അത് ഞെരുങ്ങിക്കരയുകയാണ്. വഹുഖ്ഖ ലഹ അൻ തഇത്, ആകാശത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഞെരുങ്ങിക്കരയാൻ തരപ്പെട്ടതാണത്. കാരണം ആകാശത്തിൽ കുറച്ചൊന്നുമല്ല സൃഷ്ടികൾ. മാ ഫീഹാ മൗളിഉ അർബഅത്തി അസ്വാബിഅ ഇല്ലാ വഫീഹാ മലക്കുൻ സാജിദ് ഔ ഖായിം ലില്ലാഹ്. വെറും 4 വിരല് വെക്കാൻ എത്ര സ്ഥലം വേണ്ടു? അത്രയും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു മലക്കുണ്ട്. അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന, അള്ളാഹുവിന് വേണ്ടി ഖിയാമിൽ നിന്ന് ഇബാദത്ത് ചെയ്യുന്ന ഒരു മലക്ക് അവിടെ ഇല്ലാതെ പോയിട്ടില്ല. അവരുടെ ആ ആധിക്യം കാണിക്കാൻ വേണ്ടി വേറൊരിടത്ത് റസൂലുള്ളാഹി നമ്മെ പഠിപ്പിച്ചു. ബൈത്തുൽ മഅമൂർ, ഭൂലോകത്ത് കഅബ എന്നതുപോലെ
ആകാശലോകത്ത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഗേഹങ്ങളിൽ പ്രധാനപ്പെട്ട ഗേഹമാണ് ബൈത്തുൽ മഅ്മൂർ. ആ ബൈത്തുൽ മഅ്മൂറിൽ മലക്കുകൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ബൈത്തുൽ മഅ്മൂറിലേക്ക് പ്രവേശിക്കുന്നത് സംബന്ധിച്ച് ഹദീസിൽ വിശദീകരിച്ചു. 70,000 മലക്ക്, ഓരോ ദിവസം 70,000 മലക്കുകൾ അതിലേക്ക് കയറുകയാണ്. അങ്ങനെ കയറി ആ മലക്കുകൾ അതിൽ വെച്ച് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് അതിൽ നിന്ന് അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ 70,000 കയറുകയാണ്. അങ്ങനെ ആദ്യം കയറിയ ആളുകൾ പിന്നെ അവർക്ക് അവിടത്തേക്ക് സുമ്മലായ ഉദൂനഫി, അതിലേക്ക് പിന്നെ അവർക്ക് തിരിച്ചു വരില്ല. അവർക്ക് പിന്നെ തിരിച്ചു വരാൻ പിന്നെ ചാൻസ് ഇല്ല. പിന്നെ വേറെ 70,000, വേറെ 70,000, വേറെ 70,000. അപ്പൊ മലക്കുകളുടെ അംഗബാഹുല്യം എത്രയെന്ന് അതിൽ നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനെയുള്ള ഈ മലക്കുകൾ അല്ലാഹു എന്താണോ അവരോട് കൽപ്പിച്ചത് അത് ചെയ്യുക, അത് മാത്രമാണ് അവര് നമ്മളെപ്പോലെ ഇഖ്തിയാറുള്ള അമാനത്തേറ്റെടുത്ത ആളുകളല്ല, സ്വയം തെരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യം നൽകിയ ആളുകളല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നല്ലവരാക്കി അങ്ങ് പഠിച്ചതാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അവർ ഒരു നിലക്കും അള്ളാഹു അവരോട് കൽപ്പിച്ച ഒരു കാര്യത്തെ ധിക്കരിക്കുക എന്ന പ്രശ്നമേ ഇല്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ, എന്താണോ അവരോട് കൽപ്പിക്കപ്പെട്ടത് അത് അതേപടി ശിരസ്സ വഹിക്കുക, നിറവേറ്റുക, അത് മാത്രമേ അവർക്ക് ചേരുന്ന പണിയുള്ളൂ, അത് മാത്രമേ അവർ ചെയ്യുള്ളൂ. യുസബ്ബിഹൂനൽ ലൈല വന്നഹാറ വലാ യഫ്തുറൂൻ. രാപ്പകൽ ഭേദമന്യേ, രാവുകളിൽ പകലുകളിൽ രാപ്പകൽ ഭേദമന്യേ അള്ളാഹുവിനെ അവർ തസ്ബീഹ് ചെയ്യുന്നു. അള്ളാഹുവിനെ കുറിച്ച് അവന്റെ സൃഷ്ടികൾ വേണ്ടാത്ത പല കാര്യങ്ങളും ആരോപിക്കുന്നു. അവന് കൊടുക്കേണ്ട പല ഹുഖൂഖുകളും വകവെച്ചു കൊടുക്കുന്നില്ല. അവന് കൊടുക്കേണ്ട പലതും സൃഷ്ടികൾക്ക് നൽകുന്നു, പകുത്തു നൽകുന്നു. അള്ളാഹുവിനെ കുറിച്ച് പറയാനോ ചെയ്യാനോ പാടില്ലാത്ത പലതും പറയുകയും ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള എല്ലാവിധ തെറ്റുകളിൽ നിന്ന് സൃഷ്ടികൾ അള്ളാഹുവിനെ കുറിച്ച് ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന്, ആരോപണങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ അവർ മാറ്റുന്നു, ഉയർത്തുന്നു. അവരീ പറയും പോലെയൊന്നും അല്ല. അവന്റെ വിശുദ്ധി അതിനേക്കാൾ എത്രയോ ഉന്നതനാണ്. അവൻ വിശുദ്ധനാണ്. അവന്റെ വിശുദ്ധിയെ അവർ ഉയർത്തി വാഴ്ത്തുന്നു. അക്രമകാരികളായ സൃഷ്ടികൾ മനുഷ്യരിൽപ്പെട്ടവരാകട്ടെ ജിന്നിൽപ്പെട്ടവരാകട്ടെ, ഇങ്ങനെ നമുക്കറിയുന്ന മനുഷ്യര് ജിന്ന് പോലെയുള്ള അക്രമികളായ സൃഷ്ടികൾ അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത, അള്ളാഹുവിന്റെ ജനാബിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞും അവനെക്കുറിച്ച് നടത്തുന്ന തെറ്റായ ആരോപണങ്ങളിൽ നിന്ന് അവനെ അവർ ഉയർത്തുന്നു. അവന്റെ ആ വിശുദ്ധിയെ അവർ വാഴ്ത്തുന്നു. ഇതാണ് അവർ ചെയ്യുന്നത്. അത് രാപ്പകൽ ഭേദമില്ലാതെ കണ്ട്. വലാ യഫ്തുറൂൻ, രാപ്പകൽ ഭേദമന്യേ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു മുഷിപ്പ് അല്ലെങ്കിൽ ഒരു ക്ഷീണം ഇല്ല. അവർക്ക് യാതൊരുവിധ ക്ഷീണമല്ല. ക്ഷീണമില്ലാതെ അക്ഷീണം തസ്ബീഹിലാണവർ. അങ്ങനെയുള്ള അള്ളാന്റെ മുഖറബീങ്ങളായ മലക്കുകൾ, അതിൽ തന്നെ പല പദവികളുള്ള മലക്കുകളുണ്ട്. ഏറ്റവും അടുത്ത മലക്കുകളുണ്ട്. പല പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങൾ അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്ത മലക്കുകളുണ്ട്. 1-ാമത്തെ ആകാശത്തിലുള്ള മലക്കുകളുണ്ട്. 7-ാമത്തെ ആകാശത്തിലുള്ള മലക്കുകളുണ്ട്. ഉപരിലോകവും അതുപോലെ തന്നെ കീഴ്ലോകവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സന്ദേശവാഹകരാകുന്ന മലക്കുകളുണ്ട്. മനുഷ്യരുടെ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുള്ള മലക്കുകളുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ മലക്കുകളോട് പറഞ്ഞു. ആ പറഞ്ഞ സന്ദർഭം അത് നീ ഓർക്കുക. എന്താ പറഞ്ഞത്? ഉസ്ജുദൂ ലി ആദം. ഇതിന്റെ വിശദാംശങ്ങൾ വേറെ പല സ്ഥലത്തും വന്നിട്ടുണ്ട്. അത് അങ്ങനെ പറയാൻ പോവുകയാണെങ്കിൽ റമളാനും ശവ്വാലും കഴിഞ്ഞാലും അത് തീരൂല. അതുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമുക്ക് ഈ സൂറത്തിലൂടെ ഒന്നങ്ങ് പോകുക എന്നുള്ളതാണ്. അപ്പോഴാണ് അതിന്റെ പാരായണം അതിൻ്റെതായ ഒരു വേഗത്തിൽ പോകുമ്പോഴേ നമുക്ക് വിഷയങ്ങൾ ഇങ്ങനെ എന്തൊക്കെയാണെന്നൊന്ന് രുചിച്ചു പോകാൻ പറ്റുള്ളൂ. 2 രൂപത്തിൽ വേണമെങ്കിൽ പോകാം. ഒന്നുകിൽ അതിന്റെ പരപ്പിൽ ഇങ്ങനെ നീന്തിപ്പോകാം, അല്ലെങ്കിൽ അതിന്റെ ആഴത്തിലേക്ക് ഇങ്ങനെ നമുക്ക് ഊളിയിട്ടിറങ്ങാം.
ആഴത്തിലേക്ക് ഊളിയിട്ടിറങ്ങാവുന്ന ഒരു വേളയല്ല ഇത്. നമ്മളതിന്റെ പരപ്പിൽ വല്ല ആ പരപ്പിലൂടെ, ഖുർആനിന്റെ പരപ്പിലൂടെ വല്ല അങ്ങ് ഒന്ന് നീന്തിപ്പോവുക, അതന്നെ പറ്റിയ സമയമാണ്. അള്ളാഹു മലക്കുകളോട് പറഞ്ഞു, ഉസ്ജുദൂ ലി ആദം, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യൂ. ഫസജദൂ ഇല്ല ഇബ്ലീസ്. അത് അള്ളാഹു പറയേണ്ട താമസം പറഞ്ഞപ്പോൾ തന്നെ ഫസജദു, അവരെല്ലാവരും മലക്കുകൾ മുഴുക്കെ സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ്, ഇബ്ലീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒഴിച്ച്. അപ്പൊ അവിടെ ചെറിയൊരു ആശയക്കുഴപ്പം. ഇങ്ങനെ ഈജാസിൽ സംക്ഷിപ്തമായ ശൈലിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒരു സംശയം വരും. ഈ ഇബ്ലീസ് എന്ന് പറയുന്നത് അപ്പോ മലക്കിൽപ്പെട്ട ആളാണ്, മലക്കിലെ ഒരു വ്യക്തിയാണ് ഇബ്ലീസ്. ഇബ്ലീസ് മലക്കിൽപ്പെട്ട ആ മലക്ക് ചെയ്തില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇല്ല എന്ന് പറയുന്നത് എക്സംഷൻ നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ഒരു കാര്യത്തെ എക്സംപ്റ്റ് ചെയ്യാൻ, അതിൽ നിന്ന് ഒഴിവാക്കാനാണ്. അറബിയിലെ അതിന് ഇസ്തിസ്ന എന്നാ പറയാ. ഇസ്തിസ്ന എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലുണ്ട് അറബിയിൽ. ഇസ്തിസ്ന മുത്തസിലുണ്ട്, ഇസ്തിസ്ന മുൻഖത്തിഉണ്ട്. ഇല്ല എന്ന് ചേർക്കുമ്പോൾ അതിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞ ആ വകുപ്പിൽ നിന്ന്, ആ ഇനത്തിൽ നിന്ന് ഒഴിവാക്കുന്നതാണെങ്കിൽ, ഇത് മലക്കിൽപ്പെട്ട ആളായിരുന്നുവെങ്കിൽ ഇവിടെ ഇസ്തിസ്ന മുത്തസിലായിരിക്കും. പക്ഷെ ഇവിടെ ഇസ്തിസ്ന മുൻഖത്തിയാണ്. അങ്ങനെ വരുമ്പോൾ എന്താന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ ആ വർഗത്തിൽപ്പെട്ടവരല്ല എന്ന് അതിൽ നിന്ന് വരിക. അപ്പൊ അറബിയിലുള്ള ഇത്തരം ഭാഷാ ശൈലികൾ, അറബി ഭാഷയുടെ ഉപയോഗ രീതികൾ അറിയാത്ത ആളുകൾ വാശി പിടിക്കും. അപ്പൊ അത് മലക്ക് തന്നെ പെട്ടാണ്, മലക്ക് തന്നെ പെട്ടാണ്, മലക്ക് തന്നെ പെട്ടാണ്. അങ്ങനെ വാശി പിടിക്കണ്ട. മലക്ക് പെട്ടതാണോ അല്ലേ എന്നുള്ളത് അള്ളാന്റെ കലാമിൽ, റസൂലുള്ളാന്റെ വചനത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുക, അത് സ്വീകരിക്കുക. അതിൽ പറഞ്ഞത് അംഗീകരിക്കുക, അതിലില്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് വെക്കുക. അത് മൗനം പാലിച്ചോർത്തി നമ്മളും മൗനം പാലിക്കുക. ഇതാണ് അഹ്ലുസുന്നന്റെ രീതി. ഖുർആനിലോ ഹദീസിലോ അഥവാ വഹയിൽ ഒരു കാര്യം ഇസ്ബാത്ത് ചെയ്താൽ, സ്ഥിരീകരിച്ചാൽ നുസ്ബിത്ഹ, നമ്മളതിനെ സ്ഥിരീകരിക്കും. ഒരു കാര്യത്തെ നഫി ചെയ്താൽ അഥവാ നിരാകരിച്ചാൽ, നിഷേധിച്ചാൽ നൻഫീഹ, നാം ആ കാര്യത്തെ നിരാകരിക്കും. ഇനി ഖുർആനിലും ഹദീസിലും തെരഞ്ഞിട്ടൊരു കാര്യം കിട്ടിയില്ല, അതിൽ ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അത് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട്, അള്ളാഹ് പറഞ്ഞു തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്കത് വേണ്ട, നമ്മൾ അതിനെക്കുറിച്ച് മൗനം പാലിക്കും. എത്ര സുരക്ഷിതാണ്. നിങ്ങൾ നോക്കി, സലഫിയത്ത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സലഫിയത്ത്, ഇതൊക്കെയാണ് സലഫിയത്ത്. അതിന്റെ ആധാരം അത് അവിടെയാണ് നിങ്ങൾ കാണേണ്ടത്. അല്ലാണ്ട് സലഫിയത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് ചില ആൾക്കാർ വിചാരിച്ചത് ചില പ്രത്യേക ബോർഡ് വെക്കല്, ചില പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കല്, ചില പ്രത്യേക സോഷ്യൽ മീഡിയയിൽ പ്രത്യേകമായിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കല്, അതുപോലെ തന്നെ അതിന് പിന്നെ വേറൊരു കൾട്ട് ഉണ്ടാക്കല്, ഇതൊന്നുമല്ല കൂട്ടരെ. ഇതൊക്കെ വേറെ വേറെ കാര്യങ്ങളാണ്. അതൊക്കെ വേറെ വേറെ ഒരു സംഗതി കേടുവരാൻ തുടങ്ങുമ്പോണ്ടാണ് കാര്യങ്ങളാണ് അതൊക്കെ. നിങ്ങൾ സലഫികളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത്തരം അടിസ്ഥാനപരമായ ചില നിലപാടുകൾ അതായിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്, നിങ്ങളെ നിയന്ത്രിക്കുന്നത്. ഒരു വിഷയം വന്നാൽ ഇസ്ബാത്തിനെ ഇസ്ബാത്ത് ചെയ്തും നഫീനെ നഫി ചെയ്തും, എന്നാൽ മൗനം പാലിച്ച കാര്യത്തെക്കുറിച്ച് നമ്മൾ കഫ് ചെയ്തും നമ്മൾ അതിനെക്കുറിച്ച് മൗനം പാലിച്ചും പോവുക എന്നുള്ളതാണ്. അപ്പൊ ഈ വിഷയത്തില് ഇബ്ലീസ് എന്ന് പറയുന്നത് ആരാണ്? മലക്കുപ്പെട്ടവനാണോ? അല്ലേ? അത് ഇങ്ങനെ ഇത് ഇസ്തിസ്ന മുൻഖത്തിയാണോ മുത്തസിലാണോ? അത് മുത്തസില് പോലെ മുൻഖത്തി പോലെ മുത്തസിലും രണ്ടിനും സാധ്യത ഉണ്ടല്ലോ. അതുകൊണ്ട് ഇതിനെ നമ്മൾ മുത്തസിലാക്കിയെടുക്കുക. അതുകൊണ്ട് ഇത് മലക്കിൽപ്പെട്ട ഒരു വ്യക്തിയാണ്, മലക്കിൽ നിന്ന് തെറിച്ചുപോയ വ്യക്തിയാണ് എന്ന് വാശി പിടിക്കണ്ട. അതല്ല ഇതിന്റെ വഴി. സലഫിയത്ത് എന്ന് പറഞ്ഞാൽ ആ സലഫിയത്തിന്റെ രീതി, ആ വിഷയം നമ്മൾ ഖുർആനിൽ തന്നെ നോക്കുക, ഹദീസിൽ തന്നെ നോക്കുക, സ്വഹാബത്തിന്റെ ആസാറിൽ നോക്കുക. അതിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ സ്വീകരിക്കുക. അതിൽ കിട്ടി അത് ആണ് എന്ന് പറഞ്ഞാൽ ആണ്, അതിലല്ല എന്ന് പറഞ്ഞാൽ അല്ല, അതിൽ രണ്ടും ഇല്ല എങ്കിൽ അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു തന്നിട്ടില്ല, നമ്മൾ അതുകൊണ്ട് അതിൽ പ്രവേശിക്കണ്ട, അത് നമ്മൾ ചർച്ച ചെയ്യണ്ട. എന്തിനാ? അല്ലാത്ത തന്നെ ഉണ്ടല്ലോ നമുക്കിഷ്ടം പോലെ. ഇവിടെ ഫസജദു ഇല്ല ഇബ്ലീസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇത് ആരാന്നുള്ളത്, അതിനുള്ള മറുപടി ഇവിടെ തന്നെ ഉണ്ട്. കാന മിനൽ ജിന്നി, അവൻ ജിന്നിൽപ്പെട്ടവനായിരുന്നു.
അപ്പൊ എല്ലാം തീർന്നില്ലേ? ഇപ്പൊ മുഫസ്സിരീങ്ങൾ എന്ന് പറയുന്ന ചില ഗ്രന്ഥകാരന്മാരായ ക്രോഡീകരിച്ചെഴുതിയിട്ടുള്ള പിന്നെ വ്യാഖ്യാനങ്ങൾ ക്രോഡീകരിച്ചെഴുതിയിട്ടുള്ള പിൽക്കാല രചയിതാക്കൾ, അതുപോലെ തന്നെ മതമീമാംസ ചർച്ച ചെയ്യുന്ന ചില ആളുകൾ, അവരൊക്കെ ഇതിനെക്കുറിച്ചിട്ട് കുറേ ചർച്ച ചെയ്തിട്ട് അവസാനം ഇത് മലക്കിൽപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടി കുറെ ശ്രമിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമല്ല. ഇവിടെ ഖുർആനിൽ വളരെ പച്ചയായിട്ട് പറഞ്ഞു. അള്ളാഹ് ഇവിടെ അത് പറഞ്ഞു, എല്ലായിടത്തും പറയില്ല. ഒരു കാര്യം ഒരിടത്ത് പറഞ്ഞു. അപ്പൊ അത് കിട്ടണമെങ്കിൽ എല്ലാ സ്ഥലത്തൂടെയും പറഞ്ഞ കാര്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു പൂർണ്ണ ചിത്രം കിട്ടുക. ഇബ്ലീസിനെ കുറിച്ച്, ഇബ്ലീസ് എന്ന് പറയുന്നത് അതൊരു പ്രോപ്പർ നെയിമാണ്, ഒരു വ്യക്തിയുടെ പേരാണ്. ആ വ്യക്തി ആരാണ്? കാന മിനൽ ജിന്നി, അവൻ ജിന്നിൽപ്പെട്ടവനാണ്. ജിന്ന് വേറെ തന്നെ ലോകമാണ്. ആലം ഗൈബി, അത് വേറൊരു അദൃശ്യ ലോകമാണ്. അതിന്റെ ഉൻസുർ വേറെ, മലക്കിന്റെ ഉൻസുർ വേറെ, മനുഷ്യന്റെ ഉൻസുർ വേറെ. മനുഷ്യൻ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ, മലക്ക് പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ, ജിന്ന് തീയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. മലക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അള്ളാഹുവിനെ ധിക്കരിക്കാത്ത സൃഷ്ടികളാണ്. എന്നാൽ ജിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. അവര് മനുഷ്യന്മാരുടെ കൂട്ടത്തിലേതുപോലെ ധിക്കരിക്കുന്നവരുണ്ട്, അനുസരിക്കുന്നവരുണ്ട്. അനുസരിക്കുന്ന ആളുകൾ കുറവാണ്, ധിക്കരിക്കുന്ന ആളുകളാണ് പലപ്പോഴും ഇപ്പൊ അവരിൽ കൂടുതൽ. മനുഷ്യർ പോലും അങ്ങനെയല്ലേ? ഏതായിരുന്നാലും കാന മിനൽ ജിന്നി, അവൻ ജിന്നിൽപ്പെട്ടവനാണ്. അപ്പൊ ഈ ആയത്തില് മറ്റ് സന്ദർഭങ്ങളിൽ ഖുർആനിന്റെ മറ്റ് അധ്യായങ്ങളിൽ മനുഷ്യന്റെ പ്രാരംഭത്തെക്കുറിച്ച് വന്നിടത്തൊന്നുമില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ വന്നു, ഒരു വിശദീകരണം ഇവിടെ വന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാന മിനൽ ജിൻ. ഇബ്ലീസ് ആരാണ്? ഇബ്ലീസ് എന്ന വ്യക്തി, ഇബ്ലീസ് ഒരു വ്യക്തിയുടെ പേരാണ്. ആ വ്യക്തി ബിലോങ്സ് ടു ജിൻ, ജിന്ന് എന്ന വർഗത്തിൽ പെട്ടവനാണ്. ജിന്ന് മലക്കാണോ? അല്ല. മലക്ക് ധിക്കരിക്കാത്തവരാണ്. ഇവൻ ധിക്കരിക്കുന്ന വർഗത്തിൽപ്പെട്ടവനാണ്. മലക്കിനെ അല്ല സൃഷ്ടിച്ചത് തന്നെ പ്രകാശത്തിൽ നിന്നാണ്. ഇവനെ പ്രകാശത്തിൽ നിന്നല്ല, ഇവനെ തീയിൽ നിന്നാണ് ഈ വർഗത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഈ 3 വർഗത്തിന്റെയും ഉൻസുർ, ഏതാണ് അടിസ്ഥാനം, മനുഷ്യന്റെ അടിസ്ഥാനം ഏതാണ്, സൃഷ്ടിപ്പിനെ ഏതിൽ നിന്ന് സൃഷ്ടിച്ചു, അതിന്റെ അടിസ്ഥാനം ഏത്, ജിന്നിന്റെ അടിസ്ഥാനം ഏത്, മലക്കിന്റെ അടിസ്ഥാനം ഏത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ട്. അതാ ഞാൻ നിങ്ങളെ തുടക്കത്തിൽ തന്നെ കേൾപ്പിച്ചത്. ജിന്ന് പ്രകാശത്തിൽ നിന്നാണ്, ജിന്ന് തീയിൽ നിന്നും, മനുഷ്യൻ മണ്ണിൽ നിന്നും, മലക്ക് പ്രകാശത്തിൽ നിന്നുമാണ് എന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ ചെറിയൊരു സംശയം കൂടി തോന്നും. ആ സംശയം എന്താണ്? എന്നാ പിന്നെ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതിന് പിന്നെ എങ്ങനെ ഇബ്ലീസിന് അത് ബാധകമാകുക? അത് ഞാൻ പറഞ്ഞു, അറബി ഭാഷ, അതിടൊക്കെ ഭാഷാ പരിജ്ഞാനം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഭാഷാ പരിജ്ഞാനം ഇല്ലാത്ത ആളുകൾ ഇവിടെയൊക്കെ കിടന്ന് വരകും. എന്നിട്ട് ആവശ്യമില്ലാത്ത സംശയങ്ങൾ ഉണ്ടാക്കി ഇടങ്ങാറാക്കി അവർ വഴി തെറ്റുന്നല്ല, ബാക്കിയുള്ളവരെ വഴി തെറ്റിക്കാനും അവർ നോക്കും. അറബിയിൽ ഈജാസ്, ഇത്നാബ്, മുസാവാത്ത് എന്ന് പറഞ്ഞിട്ട് 3 സാധനങ്ങളുണ്ട്. അറബി റെട്ടറിക്ക് പഠിക്കുന്ന കുട്ടികൾക്കറിയാം. ഇപ്പൊ പഠിക്കുന്ന ആൾക്കാരുണ്ടോ? അല്ലാഹു അഅലം. ഇത്നാബും ഞാൻ പറയുന്നില്ല, മുസാവാത്തും ഞാൻ പറയുന്നില്ല, ഈജാസ് മാത്രം പറയാം. ഈജാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അധികം ആശയങ്ങൾ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഇങ്ങോട്ട് ചുരുക്കി പറയും. ചിലപ്പോൾ ആ ചുരുക്കി പറയുന്ന സംഗ്രഹിക്കുന്ന ശൈലിയിൽ കുറെ കാര്യങ്ങൾ അങ്ങ് വിട്ടിട്ട് കുറച്ച് കാര്യം പറയും, പിന്നെ കുറെ കാര്യങ്ങൾ അതിലിടക്കുള്ള കുറെ കാര്യങ്ങൾ വിടും, പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയും, പിന്നെ കുറെ കാര്യങ്ങൾ വിടും, പിന്നെ കുറെ കാര്യങ്ങൾ പറയും. ഇങ്ങനെ ചില കാര്യങ്ങൾ വിട്ടുകൊണ്ടോ അല്ലെങ്കിൽ ആ കാര്യങ്ങളെ തന്നെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലേക്ക് ആശയവും വാക്കും തമ്മിൽ നോക്കിയാൽ പിന്നെ ഒരു വാക്കിന് 100 ആശയമുണ്ടാകും. ആ നിരക്ക് ആശയ ധാരാളിത്തം, ആശയം കുറഞ്ഞ വാക്കുകളിൽ കുത്തി നിറച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന, അതുപോലെ തന്നെ കൃത്യമായി പറഞ്ഞു പോകേണ്ട പല കാര്യങ്ങളും മുഴുവനായിട്ട് പറയാതെ ഇടക്കിടക്ക് വിട്ടുപറയുന്ന ഈജാസിന്റെ ശൈലിയാണ്. ഈജാസിന്റെ ശൈലിയിൽ ഇവിടെ ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞ കാര്യം ഇവിടെ വിട്ടുകളഞ്ഞതാണ്, ഡ്രോപ്പ് ചെയ്തു. അല്ലാഹ് ഇവിടെ ഡ്രോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലായിടത്തും അത് പറയാതെ പോയി എന്നല്ല, വേറെ ചിലയിടങ്ങളിൽ അതല്ല എക്സ്പ്ലിസിറ്റ്ലി അക്കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അറാഫിൽ ഇതേപോലെ ആദനബിയെ സൃഷ്ടിച്ച മനുഷ്യന്റെ പ്രാരംഭത്തെക്കുറിച്ചുള്ള കാര്യം പറയുന്നിടത്ത് നിങ്ങൾ വായിച്ചു നോക്കി.
മാ മനഅക് അല്ലാ തസ്ജുദ് ഇദ് അമർതുക്. ഇബ്ലീസിനോട് പറയുന്നു, ഇബ്ലീസ്, നിന്നോട് സുജൂദ് ചെയ്യാൻ ഞാൻ നേരിട്ട് കൽപ്പിച്ചപ്പോൾ സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് നിന്നെ തടുത്ത കാര്യമെന്താണ്? അതിലെന്താ പറയുന്നത്? ഇബ്ലീസിനോട് അള്ളാഹു സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. മലക്കുകളോട് മാത്രമല്ല, ഇബ്ലീസിനോടും കൽപ്പിച്ചു. ഇബ്ലീസിനോട് കൽപ്പിച്ച കാര്യം അവിടെ വേറെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ വന്നത് മുഴുവനും കൂടി എടുക്കുമ്പോഴേ നമുക്ക് ചിത്രം പൂർണ്ണാർത്ഥത്തിൽ കിട്ടുള്ളൂ. അതുകൊണ്ട് ഈജാസ് എന്ന് പറയുന്ന ശൈലിയിൽ അവതരിപ്പിച്ചൊരു ഭാഗം പിടിച്ചിങ്ങാണ്ട് ബേജാറായി കളിക്കണ്ട, അല്ലെങ്കിൽ സംശയം ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാവുകയോ മറ്റുള്ളവരെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യണ്ട. അപ്പൊ രണ്ട് കാര്യം ഇവിടെ ഉറപ്പായി. മലക്കുകളോട് അള്ളാഹു സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു, അതേപോലെ ഇബ്ലീസിനോടും സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. മലക്കുകളോട് മാത്രമായിരുന്നില്ല കൽപ്പിച്ചത്, ഇബ്ലീസിനോടും കൽപ്പിച്ചിട്ടുണ്ട്. ഇബ്ലീസ് മലക്കപ്പെട്ട ആളല്ല, കാന മിനൽ ജിൻ ഫഫസഖ അൻ അംരി റബ്ബിഹി, അവൻ ഫിസ്ഖ് കാണിച്ചു. ഫഫസഖ, അവൻ ഫിസ്ഖ് കാണിച്ചു. ഫിസ്ഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം. തോന്യാസം കാണിക്കുന്നതിനാണ് ഫിസ്ക് എന്ന് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നേർക്ക് നേരെ ഒരു കാര്യം ചെയ്യാൻ കൽപ്പിച്ചിട്ട് ആ കാര്യത്തെ അവന്റെ ബുദ്ധി വെച്ച്, അവന്റെ ന്യായം വെച്ച്, അവന്റെ യുക്തി വെച്ച് അവൻ അതിനെ ചോദ്യം ചെയ്യുകയും അത് ധിക്കരിക്കുകയും ചെയ്തു. ഈ പച്ച തോന്യാസത്തിനാണ് ഫിസ്ക് എന്ന് പറഞ്ഞത്. ന്യായമായി ചെയ്യേണ്ട ഒരു കാര്യത്തെ ലംഘിക്കുന്നതിനുള്ള ധർമ്മോല്ലംഘനം, മലയാളത്തിൽ വേണമെങ്കിൽ ഫിസ്കിന് ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഏറ്റവും യോജിച്ചൊരു വാക്ക് ധർമ്മോല്ലംഘനം എന്നായിരിക്കും. ന്യായമായും ധാർമ്മികമായും ചെയ്യേണ്ട ഒരു കാര്യത്തെ പച്ചക്ക് ഖണ്ഡിക്കുന്ന, ലംഘിക്കുന്ന പരിപാടിയാണ് ധർമ്മ ഉല്ലംഘനം. തന്നെ സൃഷ്ടിച്ച തന്റെ സൃഷ്ടാവായ, തനിക്ക് വേണ്ട എല്ലാം ചെയ്തു തരുന്ന ആ അള്ളാഹ് തന്നോട് കൽപ്പിച്ച കാര്യം അനുസരിക്കുക എന്നതാണ് വേണ്ടത്. അതാണ് അതിന്റെ ധാർമ്മികത. അതിനെ പച്ചക്ക് ലംഘിക്കുന്ന കാര്യമാണ് ഇവൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ധർമ്മോല്ലംഘനമാണ്. അതാണ് ഫിസ്ഖ്, ഫസഖ്. അള്ളാഹു കൽപ്പിച്ചപ്പോൾ അവൻ ധിക്കരിച്ചു. അൻ അംരി റബ്ബിഹി, തന്റെ റബ്ബിന്റെ കൽപ്പനയെ തൊട്ട്, ആ കൽപ്പന ശിരസ്സ വഹിക്കാതെ, അത് നടപ്പിലാക്കാതെ, ആ കൽപ്പന മാനിക്കാതെ അവൻ അവന്റെ യുക്തി വെച്ച്, അവന്റെ ബുദ്ധി വെച്ച്, അവന്റെ ന്യായം വെച്ച് അവൻ അതിനെ ലംഘിച്ചു കളഞ്ഞു. അത്ര വലിയ താന്തോന്നിയാണ്, ഫാസിഖാണ് അവൻ. എന്നിട്ട് അല്ലാഹ് ചോദിക്കുന്നു, അഫതത്തഖിദൂനഹു വദുർരിയതഹു. അപ്പൊ ഇബ്ലീസ് എന്ന് പറയുമ്പോൾ ഇനി വേറൊരു വസ്തുത കൂടി ഇവിടെ കിട്ടുകയാണ്. അവനെയും അവന്റെ ദുർരിയത്തിനെയും, ദുർരിയത്ത് പ്രോജനി, അവന്റെ വംശാവലി, അവന്റെ പിന്മുറക്കാർ, അവനിൽ നിന്നുണ്ടായിത്തീരുന്ന മക്കള്, വേറെ കുട്ടികൾ, അവന്റെ വർഗമുണ്ടല്ലോ, ആ വർഗത്ത്, അവന്റെ ആ വംശം, ആ വംശാവലി, പ്രോജനി എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്, അവന്റെ വംശാവലി, അവനെയും അവന്റെ വംശത്തിൽപ്പെട്ടവരെയും വംശാവലിയെയും നിങ്ങൾ സ്വീകരിക്കുകയാണോ? ഔലിയാ മിൻ ദൂനി, രക്ഷാധികാരികളായിട്ട്. രക്ഷാധികാരിയായിട്ട് സ്വീകരിക്കേണ്ടത് അള്ളാനെ മാത്രമാണ്. ഞാൻ അള്ളാനെ സ്വീകരിക്കണ്ടല്ലോ. അള്ളാനെ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ഇവനെയും, അല്ലെങ്കിൽ ഇവന്റെ വംശാവലിയിൽപ്പെട്ടിട്ടുള്ള, ഈ ഇബ്ലീസിന്റെ വംശാവലിയിൽപ്പെട്ടിട്ടുള്ള ശൈത്താന്മാരെയും നിങ്ങൾ രക്ഷാധികാരികളാക്കുകയാണോ? ശരിക്ക് വലായത്ത് അള്ളാഹ്ക്ക് മാത്രമാണ്. വിലായത്ത് അള്ളാഹ്ക്ക് മാത്രമാണ്. അള്ളാനെ മാത്രമേ വലിയാക്കാൻ പറ്റുള്ളൂ. അള്ളാനെ വലിയാക്കുന്നതിന് പുറമേ ഇബ്ലീസിന്റെ വംശാവലിയിൽപ്പെട്ടവരെ നിങ്ങൾ രക്ഷാധികാരികളാക്കുകയാണോ? എന്ത് യോഗ്യതയാണുള്ളത്? ഒരിക്കലും ഒരു സൃഷ്ടിയെ രക്ഷാധികാരിയാക്കാൻ പറ്റില്ല. അടിസ്ഥാനപരമായ തത്വം അതാണ്. പ്ലസ് രക്ഷാധികാരിയാക്കാൻ ഒരു സൃഷ്ടിയെയും പറ്റില്ല എന്നതിന് പുറമെ ഇവനാണെങ്കിൽ ഇവൻ ഏറ്റവും തികഞ്ഞ ഫാസിഖ്, ലക്ഷണമൊത്ത ഫാസിഖ്. ആ ഫാസിഖിനെയാണോ നിങ്ങൾ രക്ഷാധികാരിയാക്കുന്നത്? അല്ലെങ്കിൽ അവന്റെ വംശത്തിൽപ്പെട്ടവരെയാണോ നിങ്ങൾ രക്ഷാധികാരിയാക്കുന്നത്? വഹും ലക്കും അദൂ. ഇബ്ലീസ് ഈ അവസ്ഥയിൽ എത്തിയത് രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, അവന്റെ ബുദ്ധിമ പിടിച്ചും കൊണ്ടുള്ള അവന്റെ കിബറുകൊണ്ട്. രണ്ട്, ആദമിനോടുണ്ടായ അവന്റെ ഹസദുകൊണ്ട്. ഈ കിബറു ഹസദുമാണ് അവന്റെ മുഖമുദ്ര.
അവൻ നിങ്ങളുടെ ശത്രുവാണ്, ആദമിന്റെ ശത്രുവാണ്, ഹസദുമായിട്ട് പോന്നവനാണ്. എന്നിരിക്കെ അവൻ വഹും ലക്കും അദു, ഇബ്ലീസും അവന്റെ ദുർരിയത്തും. ഹും എന്ന് പറഞ്ഞാൽ അവർ എന്ന ലമീർ, ആ പ്രൊനൗൺ അത് മടങ്ങുന്നത് ആ ഇബ്ലീസു ദുർരിയത്തുഹു, ഇബ്ലീസും അവന്റെ ദുർരിയത്തും. അവരെയാണോ, അവര് നിങ്ങളുടെ ശത്രുവാണ്, പ്രഖ്യാപിത ശത്രുവാണ്. അല്ലാന്ന് പറഞ്ഞല്ല ഞാൻ ശത്രുവാണ്, ആദമിന്റെ മക്കളെയും പഴിതെറ്റിക്കലാണ് എന്റെ പണി, അത് ഞാൻ ചെയ്തിരിക്കുമ്പോ അവസാന നാൾ വരെ എന്ന് പറഞ്ഞ് ശപഥം ചെയ്ത് ഇറങ്ങിപ്പോന്നവനാണ്. ഇങ്ങനെയുള്ള പ്രഖ്യാപിത ശത്രുവായിട്ടുള്ള ഇബ്ലീസിനെയും അവന്റെ സന്തതി പരമ്പരകളെയുമാണോ നിങ്ങൾ രക്ഷാധികാരികളായി സ്വീകരിക്കുന്നത് എനിക്ക് പുറമെ? അവര് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുക്കളാകുന്നു. ബിഇസലില്ലാലിമീന ബദല, ബിഇസലില്ലാലിമീന ബദല. ലാലിമീങ്ങൾക്ക് എത്ര മോശമായിട്ടുള്ള ബദലാണത്. നല്ലവരായ ആളുകൾക്ക് അള്ള വലിയ, എന്നാൽ നല്ലവരായ ആളുകൾ മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങൾ എന്നിടത്തുനിന്ന് പോയിട്ട് അക്രമം ചെയ്യുന്ന, ക്രമം തെറ്റിക്കുന്ന അക്രമകാരികളായ ശിർക്കിന്റെ ആളുകൾക്ക് അവർ പകരം വെച്ചത്, അള്ളാഹ്ക്ക് പകരം പിന്നെ അവർ പിടിച്ചതാരെ? സൃഷ്ടികളിൽ തന്നെ ആരെ? അള്ളാഹിന്റെ സ്ഥാനത്ത് അവർ പിടിച്ചത് ആ ലക്ഷണമൊത്ത ഫാസിക്കിനെ, അല്ലെങ്കിൽ അവന്റെ വംശാവലിയിൽപ്പെട്ടവരെ. ബിഇസലില്ലാലിമീന ബദല. സമയം വളരെയായി, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. وبهذا القدر يكتفي اليوم، وأسأل الله العظيم رب العرش العظيم أن يتولانا جميعا في الدنيا والآخرة إنه على كل شيء قدير. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.